ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തത് നമ്മുടെ പെർട്യൂബേഷൻ മെത്തേഡായിരുന്നു. പെർട്യൂബേഷൻ മെത്തേഡിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു. സാധാരണ ഒന്നിലധികം ഇലക്ട്രോൺ ഉള്ള സിസ്റ്റത്തെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഓരോ ഇലക്ട്രോണിൻ്റെ ഹാമിൽട്ടോണിയൻ്റെയും സമ്മായിരിക്കും. അതോടൊപ്പം തന്നെ ആ സിസ്റ്റത്തിനകത്ത് കാണുന്ന ഡിസ്റ്റർബൻസിനെ കൂടി നമ്മൾ എന്താക്കും, പരിഗണിക്കും. അതായത് ഒന്നാമത്തെ ഇലക്ട്രോണിൻ്റെ ഹാമിൽട്ടോണിയൻ പ്ലസ് രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ ഹാമിൽട്ടോണിയൻ പ്ലസ് ആ ഇലക്ട്രോണുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ്. ഇവിടെ ഹീലിയം ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഇലക്ട്രോണുകൾ തമ്മിലുണ്ടാകുന്ന ഒരേ ചാർജുള്ള ഇലക്ട്രോണുകൾ തമ്മിലുണ്ടാകുന്ന റിപ്പൽഷനാണ് ഇതിൻ്റെ പെർട്യൂബേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. ആ പെർട്യൂബേഷൻ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ kth സ്റ്റേജ് വരെയുള്ള വേവ് ഫംഗ്ഷനും എനർജിയും അതോടൊപ്പം തന്നെ ഹാമിൽട്ടോണിയനും തയ്യാറാക്കി അത് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഇനി ഇതിൽ കഴിഞ്ഞ ദിവസത്തേതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. ഞാൻ ചെയ്തു വെക്കാൻ പറഞ്ഞത് ഇതായിരുന്നു. ലാംഡ 0 വരുന്ന ടേമുകൾ നമ്മൾ നോക്കിയാൽ ദിസ് ഇസ് h0 ψk0 ek0 ψk0 എന്ന് വരും. ലാംഡ 0 ഉൾപ്പെടുന്ന ടേമുകളെ നമ്മൾ പരിശോധിച്ചാൽ ദിസ് ഇസ് h0 ψk0 ഈക്വൽ ടു ek0 ψk0 എന്ന് വരും. ഇനി ലാംഡ 1 പരിഗണിച്ചാൽ h0 ψk0 ഈക്വൽ ടു അല്ല h പ്രൈം ψk0 പ്ലസ് h0 ψk1 ഈക്വൽ ടു ek1 ψk0 പ്ലസ് ek0 ψk1 എന്നെന്താവും വരും. ഇനി ലാംഡ 2 നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ h1 ψk1 പ്ലസ് h0 ψk2 ഈക്വൽ ടു ek2 ψk0 പ്ലസ് ek1 ψk1 പ്ലസ് ek0 ψk2 എന്നെന്താവും വരും. ഒന്നുമില്ല, അതിൽ ലാംഡ 0 വരുന്ന ടേമുകൾ ഒരുമിച്ചെടുത്തു, ലാംഡ 1 വരുന്ന ടേമുകൾ ഒരുമിച്ചെടുത്തു, ലാംഡ 2 വരുന്ന ടേമുകൾ എന്താക്കി ഒരുമിച്ചെടുത്തു. ഇതിൽ ലാംഡ 0 വരുന്ന ടേമുകൾ എന്ന് പറയുന്നത് അൺപെർട്യൂബ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഷ്രോഡിഞ്ചർ ഫോമാണ്. അതായത് ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൾഷൻ കൺസിഡർ ചെയ്യാത്ത സമയത്തുള്ള ഷ്രോഡിഞ്ചർ ഫോമാണ്. അൺപെർട്യൂബ്ഡ് ഹാമിൽട്ടോണിയൻ ആണ് ഇത്. ഇതാണ് നമ്മൾ പറയുന്ന ഫസ്റ്റ് ഓർഡർ പെർട്യൂബേഷൻ. ഇതാണ് നമ്മൾ പറയുന്ന സെക്കൻഡ് ഓർഡർ പെർട്യൂബേഷൻ. ഇത് ഫസ്റ്റ് ഓർഡറിലുള്ള പെർട്യൂബേഷൻ ആണ്, ഒന്നാമത്തെ തരം ഡിസ്റ്റർബൻസ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് ഓർഡർ പെർട്യൂബേഷൻ ആണ്, രണ്ടാമത്തെ ഡിസ്റ്റർബൻസ്. ഒരു ക്ലാസ്സിൽ ഒരു ഡിസ്റ്റർബൻസേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടോ? ഇല്ല. ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ ധാരാളം ഡിസ്റ്റർബൻസുകൾ ഉണ്ടാവാം, ഇല്ലേ? അപ്പോൾ അത്തരം ഡിസ്റ്റർബൻസുകൾ ഓരോന്നും നമ്മൾ പെർട്യൂബേഷൻ ടേമിൽ എക്സ്പ്രസ് ചെയ്തതാണ്. അത് ഒന്നാമത്തെ പെർട്യൂബേഷൻ, മറ്റേത് രണ്ടാമത്തെ പെർട്യൂബേഷൻ. റെഡി? ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ സംഗതി എല്ലാവർക്കും? എഗെയിൻ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്, ആപ്ലിക്കേഷൻ ഓഫ് പെർട്യൂബേഷൻ മെത്തേഡ് to the helium atom. ഹീലിയം ആറ്റത്തിനകത്തുള്ള പെർട്യൂബേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു ഹീലിയം ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹാമിൽട്ടോണിയൻ എഴുതുന്ന സമയത്ത് ഹാമിൽട്ടോണിയൻ ഓഫ് 1 and 2 രണ്ട് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ഹീലിയം ആറ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ നമ്മൾ എഴുതുമ്പോൾ h1 പ്ലസ് h2 പ്ലസ് e²/r12 എന്നാണ് എഴുതുക. ഒന്നാമത്തെ ഇലക്ട്രോണിൻ്റെ ഹാമിൽട്ടോണിയൻ പ്ലസ് രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ ഹാമിൽട്ടോണിയൻ പ്ലസ് നമ്മുടെ ഡിസ്റ്റർബൻസ്. ഇനി H cap 1 2
we can be written as h cap 0 plus e square by r12. അതായത് അൺപെർട്യൂബ്ഡ് ആയ പെർട്യൂബേഷൻ ഒന്നും കൺസിഡർ ചെയ്യാത്ത സമയത്തുള്ള ഹാമിൽട്ടോണിയൻ പ്ലസ് പെർട്യൂബേഷൻ, അതായത് നമ്മൾ പറയുന്ന ഡിസ്റ്റർബൻസ് കേട്ടോ. ഇനി psi k12 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? കേത്ത് സ്റ്റേജ് വരെയുള്ള വേവ് ഫംഗ്ഷൻ നമ്മൾ എഴുതുമ്പോൾ, അല്ലെങ്കിൽ കേത്ത് സ്റ്റേജിലുള്ള ഫസ്റ്റ് ഓർഡർ പെർട്യൂബേഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? psi k1 പ്ലസ് psi k2 പ്ലസ് psi k പ്രൈം അല്ലേ? അതായത് അൺപെർട്യൂബ്ഡ് ആയ വേവ് ഫംഗ്ഷൻ പ്ലസ് പെർട്യൂബ്ഡ് ആയ വേവ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ എനർജി എങ്ങനെ എഴുതും? ek12 നമുക്ക് എങ്ങനെ എഴുതാം? ek12 ഇതിൽ ഈ 12 ഒന്ന് താഴേക്ക് എഴുതിയാൽ നമ്മുടെ കൺഫ്യൂഷൻ ഒഴിവാകും കേട്ടോ. ek12 അപ്പോൾ ഒന്നാമത്തെ വേവ് ഫംഗ്ഷൻ പ്ലസ് രണ്ടാമത്തെ വേവ് ഫംഗ്ഷൻ പ്ലസ് പെർട്യൂബേഷൻ്റെ സമയത്തുള്ള വേവ് ഫംഗ്ഷൻ. അപ്പോൾ ek12 എങ്ങനെ എഴുതാം? ek1 പ്ലസ് ek2 പ്ലസ് ek പ്രൈം അല്ലേ? ഒന്നാമത്തെ സമയത്തുള്ളത്, രണ്ടാമത്തെ സമയത്തുള്ളത്, അതായത് രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ എനർജി, പിന്നെ പെർട്യൂബേഷൻ്റെ സമയത്തുള്ള എനർജി. റെഡി. ഇനി നമ്മൾ എനർജി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് നമ്മൾ പറയുന്ന എക്സ്പെക്റ്റേഷൻ വാല്യൂ പോസ്റ്റുലേറ്റ്. ഈ എക്സ്പെക്റ്റേഷൻ വാല്യൂ പോസ്റ്റുലേറ്റിൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ഇൻ്റഗ്രൽ psi1 സ്റ്റാർ h ക്യാപ് psi1 d ടോ എന്നാണ് വരിക. അത് psi സ്റ്റാർ h ക്യാപ് psi d ടോ എന്നോ psi1 സ്റ്റാർ h ക്യാപ് psi1 d ടോ എന്നോ എങ്ങനെ വേണേലും എടുത്തോ. ഇനി വേണമെങ്കിൽ psi1 0 h ക്യാപ് psi1 0 d ടോ എന്നും എടുക്കുക. റെഡി. ഇവിടെ ഹാമിൽട്ടോണിയൻ നമുക്കറിയാം എന്താണ്? h ക്യാപ് 0 പ്ലസ് ഇ സ്ക്വയർ ബൈ r12 ആണ്. ഇനി ഇവിടെ നമുക്ക് പെർട്യൂബേഷൻ്റെ സമയത്തുള്ള വേവ് ഫംഗ്ഷൻ അറിയില്ല. ആ വേവ് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു തരാം, എഴുതിക്കോളൂ എൻ്റെ കൂടെ തന്നെ. വേവ് ഫംഗ്ഷൻ ഈസ് 1/π 2/a0 ഹോൾ ക്യൂബ് e raised to minus 2/a0 r1 പ്ലസ് r2 എന്നാണ് നമ്മൾ പറയുന്ന വേവ് ഫംഗ്ഷൻ. റെഡി. ഇതൊരു റിയൽ ഫംഗ്ഷനാണ് കേട്ടോ, ഒരു റിയൽ ഫംഗ്ഷനാണ്. അതുകൊണ്ട് psi1 സ്റ്റാർ എന്ന് പറഞ്ഞാലും psi1 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ ആയിരിക്കും. psi1 സ്റ്റാർ എന്ന് പറഞ്ഞാലും psi1 എന്ന് പറഞ്ഞാലും എന്തായിരിക്കും? ഒന്ന് തന്നെ ആയിരിക്കും. റെഡി. നമ്മൾ ചെയ്യണത് പെർട്യൂബേഷൻ്റെ സമയത്തുള്ള എനർജി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കുകയാണ്? പോവുകയാണ്. റെഡി. മറ്റേ ഹീലിയം ആറ്റത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒന്നാമത്തെ ഹൈഡ്രജൻ്റെ എനർജി പ്ലസ് രണ്ടാമത്തെ ഹൈഡ്രജൻ്റെ എനർജിയാണ്. നമുക്ക് പെർട്യൂബേഷൻ്റെ സമയത്തുള്ള എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ കൂട്ടിയാൽ ടോട്ടൽ എനർജി ആവൂലേ? നോക്കുക. ഇൻ്റഗ്രൽ 1/π 2/a0 ഹോൾ ക്യൂബ് e raised to minus 2/a0 r1 പ്ലസ് r2. സാർ എന്തുകൊണ്ട് സ്റ്റാർ ഇട്ടില്ല എന്ന് ചോദിച്ചാൽ ആ വേവ് ഫംഗ്ഷൻ റിയൽ ആണ്. റിയൽ ആവുമ്പോൾ psi സ്റ്റാർ ഈക്വൽ ടു psi ആണ്. ഇനി h ക്യാപ് നമുക്ക് പെർട്യൂബേഷൻ്റെ സമയത്തുള്ള എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. യു ക്യാൻ ബി ഗിവ് ഇറ്റ് ആസ് e സ്ക്വയർ ബൈ r12 then 1/π into 2/a0 whole cube e raised to minus 2/a0 r1 plus r2 d tau. റെഡി. ഇത് ചെയ്താൽ ചെയ്യേണ്ട കാര്യമില്ല, നമുക്കിതിൻ്റെ റിസൾട്ട് മതി. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് -5/4 ZEH എന്നാണ് കിട്ടുക. -5/4 ZEH, അതായത് -5/4 ഹീലിയം ആറ്റം അല്ലേ? സെഡിൻ്റെ വാല്യൂ 2 ഇൻറ്റു EH -13.6 ആണ് ഹൈഡ്രജൻ്റെ എനർജി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. -13.6 വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ബി ഗെറ്റ് ഇറ്റ് ആസ്
34 ഇലക്ട്രോൺ വോൾട്ട് എന്നെന്താവും കിട്ടും. 34 ഇലക്ട്രോൺ വോൾട്ട് എന്നെന്താവും കിട്ടും. ഇതാണ് പെർട്യൂബേഷൻ്റെ സമയത്തുള്ള, അതായത് ഡിസ്റ്റർബൻസ് കൂടി കൺസിഡർ ചെയ്യുന്ന സമയത്തുള്ള എനർജി. നമ്മൾ ആദ്യം പെർട്യൂബേഷൻ്റെ സമയത്തുള്ള ഹാമിൽട്ടോണിയൻ എഴുതി, വേവ് ഫംഗ്ഷൻ എഴുതി, എനർജി എഴുതി, എന്നിട്ട് നമ്മൾ പെർട്യൂബേഷൻ്റെ സമയത്തുള്ള എനർജി എന്താക്കി കണ്ടുപിടിച്ചപ്പോൾ 34 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് നമുക്ക് എന്താക്കിയത് കിട്ടിയത്. റെഡി. ഇനി നമുക്ക് ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം. പെർട്യൂബേഷനും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ടോട്ടൽ എനർജി നമുക്ക് എന്താക്കണം, കണ്ടുപിടിക്കണം. റെഡി. പെർട്യൂബേഷൻ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം. അതായത് എനർജി ഓഫ് ഹീലിയം ആറ്റം 1 and 2 എന്ന് പറയുമ്പോൾ E0 ഓഫ് ഹീലിയം ആറ്റം 1 and 2 പ്ലസ് ലാംഡ ഇ ഹീലിയം ഓഫ് പെർട്യൂബേഷൻ. റെഡി. ഓൾറെഡി ഹീലിയം ആറ്റത്തിൻ്റെ എനർജി ഇതിനു മുൻപുള്ള മെത്തേഡിൽ, നമ്മുടെ വേരിയേഷൻ മെത്തേഡിൽ, പാർട്ടിക്കിൾ ഇൻഡിപെൻഡൻറ്റ് മോഡലിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് -108.8. ഓർമ്മയുണ്ടോ കണ്ടുപിടിച്ചത്? പാർട്ടിക്കിൾ ഇൻഡിപെൻഡൻറ്റ് മോഡലിൽ ഹീലിയം ആറ്റത്തിൻ്റെ എനർജി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് -108.8 ആണ് എന്ന്. പ്ലസ് പെർട്യൂബേഷൻ്റെ സമയത്തുള്ള എനർജിയാണിത്. പെർട്യൂബേഷൻ്റെ സമയത്തുള്ള എനർജി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 34 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ -108.8 പ്ലസ് 34 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. അൺപെർട്യൂബ്ഡ് ആയ എനർജി പ്ലസ് പെർട്യൂബ്ഡ് ആയ എനർജി ടോട്ടൽ ചെയ്താൽ നിങ്ങൾക്ക് -74.8 ഇലക്ട്രോൺ വോൾട്ട് എന്നെന്താവും വരും. റെഡി. സ്പെക്ട്രോസ്കോപ്പിക്കൽ എക്സ്പെരിമെൻ്റൽ ഡാറ്റ എന്ന് പറയുന്നത് -79.02 ഇലക്ട്രോൺ വോൾട്ട് ആണ്. -74.8 ഇലക്ട്രോൺ വോൾട്ട് ആണ് നമുക്ക് കിട്ടിയ ടോട്ടൽ എനർജി. എക്സ്പെരിമെൻ്റൽ എവിഡൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് -79.02 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതായത് എക്സ്പെരിമെൻ്റൽ ഡാറ്റയുമായി കുറച്ചുകൂടി വളരെ നല്ല രീതിയിൽ അപ്രോക്സിമേറ്റഡ് ആകുന്ന ഒരു മെത്തേഡാണ് പെർട്യൂബേഷൻ മെത്തേഡ് എന്ന് നമുക്ക് അനുമാനിക്കാൻ വേണ്ടിയിട്ട് എന്താവും സാധിക്കും. മറ്റുള്ള മെത്തേഡുകളെ സംബന്ധിച്ചിടത്തോളം 100% അക്യുറസി ഉള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന പെർട്യൂബേഷൻ മെത്തേഡാണ്. റെഡി. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ലാർജ് നമ്പർ ഓഫ് പെർട്യൂബേഷൻ ടേമുകളെ, എല്ലാ തരത്തിലുമുള്ള ഡിസ്റ്റർബൻസുകളെ നമ്മൾ പരിഗണിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പെർട്യൂബേഷൻ മെത്തേഡാണ്. നിങ്ങൾ വേണമെങ്കിൽ എന്നോട് ചോദിക്കാം, സാർ വേരിയേഷൻ മെത്തേഡിന് എന്താ കുഴപ്പമെന്ന്. വേരിയേഷൻ മെത്തേഡിൽ ഒരു ആറ്റത്തിനകത്തുള്ള എല്ലാ തരത്തിലുമുള്ള ഡിസ്റ്റർബൻസുകളെ, പെർട്യൂബേഷനെ പരിഗണിക്കുന്നില്ല. എന്നാൽ എല്ലാ തരത്തിലുമുള്ള പെർട്യൂബേഷനെ ഡിസ്റ്റർബൻസുകളെ പരിഗണിച്ചുകൊണ്ട് 100% അക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ പറയുന്ന മെത്തേഡ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റുള്ള മെത്തേഡുകളിൽ നിന്ന് എന്തുണ്ട്, ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം ആലോചിക്കണം. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് പാർട്ടിക്കിൾ മോഡല്, വേരിയേഷൻ മെത്തേഡ്, പെർട്യൂബേഷൻ മെത്തേഡ് ചോദിച്ചാൽ ഇതിലേത് മെത്തേഡിലാണ് 100% അക്യുറസി എന്ന് ചോദിച്ചാൽ അത് വേരിയേഷൻ മെത്തേഡിലാണ് എറർ കുറവെങ്കിലും പെർട്യൂബേഷൻ മെത്തേഡിലാണ് എന്തുള്ളത്, ഈ പറയുന്ന സംഗതി ഉള്ളത്. മുഴുവൻ ഡിസ്റ്റർബൻസുകളെയും പരിഗണിച്ചുകൊണ്ട് 100% അക്യുറേറ്റ് ആയിട്ട് പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പെർട്യൂബേഷൻ മെത്തേഡാണ്. ദെൻ ഇനി അവസാനത്തെ മെത്തേഡിലേക്കാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. അവസാനത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മെത്തേഡാണ്. ദിസ് ഇസ് ഹാർട്രി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റൻറ്റ് ഫീൽഡ് അപ്രോക്സിമേഷൻ. ഹാർട്രി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റൻറ്റ് ഫീൽഡ് അപ്രോക്സിമേഷൻ. റെഡി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെത്തേഡിൻ്റെ തുടക്കമാണ് ഞാൻ സംസാരിക്കുന്നത്. ഹാർട്രി-ഫോക്ക്
സെൽഫ് കൺസിസ്റ്റൻറ്റ് ഫീൽഡ് അപ്രോക്സിമേഷൻ. ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഹൈ ലെവലിലുള്ള ഒരു അപ്രോക്സിമേഷൻ മെത്തേഡാണ് ഈ ഹാർട്രി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റൻറ്റ് ഫീൽഡ് അപ്രോക്സിമേഷൻ മെത്തേഡ്. അതായത് ഇതിനകത്ത് ധാരാളം നമ്പർ ഓഫ് ഇൻ്റഗ്രലുകൾ മാനുവലി പോസിബിൾ ആണ്. അതായത് ധാരാളം നമ്പർ ഓഫ് ഇൻ്റഗ്രലിൻ്റെ സോൾവേഷൻ മാനുവലി ഈ പറയുന്ന മെത്തേഡിൽ എന്താണ് പോസിബിൾ ആണ്. ഇതിൻ്റെ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത്, അതായത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ, ഒരുപാട് എത്ര കണക്കിന് ഇൻ്റഗ്രലുകളുണ്ട്, എത്ര കണക്കിന് ഡിസ്റ്റർബൻസുകൾ ഉണ്ടെങ്കിലും എല്ലാത്തിനെയും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോക്സിമേഷൻ മെത്തേഡാണ് ഹാർട്രി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റൻറ്റ് ഫീൽഡ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന ട്രയൽ വേവ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, ആ ട്രയൽ വേവ് ഫംഗ്ഷനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യും. അതായത് മാക്സിമം അതിൻ്റെ കമ്മ്യൂട്ടേഷൻ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന നമ്മൾ ട്രയൽ വേവ് ഫംഗ്ഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ആ ട്രയൽ വേവ് ഫംഗ്ഷനെ നമ്മൾ മാക്സിമം എന്താക്കുകയാണ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുക. മാക്സിമം ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കമ്മ്യൂട്ടേറ്റിംഗ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ എബിലിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് മാക്സിമം ഈ പറയുന്ന ട്രയൽ വേവ് ഫംഗ്ഷനെ ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് മക്കൾക്ക് മനസ്സിലായോ, നമ്മളൊരു ട്രയൽ വേവ് ഫംഗ്ഷൻ എടുത്തു സൈ, എനിക്ക് തോന്നി സൈ പോരാ, അപ്പം ഞാൻ അതിനെ 2 നാക്കി, 2 പോരാ 2 നാക്കി. അങ്ങനെ ട്രയൽ വേവ് ഫംഗ്ഷനെ നമ്മൾ മാക്സിമം ഇംപ്രൂവ് ചെയ്യിച്ചുകൊണ്ട് കമ്മ്യൂട്ടേഷൻ എബിലിറ്റി എൻഹാൻസ് ചെയ്യിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു വേവ് ഫംഗ്ഷൻ സജ്ജമാക്കുകയും അതോടൊപ്പം തന്നെ അതുപയോഗിച്ചുകൊണ്ട് എനർജിയിലേക്ക് എത്തുകയും ചെയ്യും. ഇവിടെയുള്ള പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞു, എത്ര കണ്ട് ഇൻ്റഗ്രലുകൾ ഉണ്ടെങ്കിലും ആ ഇൻ്റഗ്രലുകളെ എല്ലാത്തിനെയും തന്നെ ഈ ഒരു മെത്തേഡ് പ്രകാരം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. റെഡി? ബേസിക്കലി ഈ ഹാർട്രി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റൻറ്റ് ഫീൽഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടേഷണൽ ടെക്നിക്കാണ്. ബൈ ഹാൻഡ് നമുക്ക് വളരെ പ്രയാസമാണ് ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ബേസിക്കായ കമ്പ്യൂട്ടേഷണൽ ടെക്നിക്കാണ്. നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഷണൽ സോഫ്റ്റ്വെയർ ആണ് ഗോസിയൻ എന്ന് പറയുന്ന കമ്പ്യൂട്ടേഷണൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ, 60 70 ഒക്കെ ഇൻ്റഗ്രലുകൾ ഉണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ ബൈ ഹാൻഡ് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പറ്റൂല. അപ്പോൾ ധാരാളം ഇൻ്റഗ്രലുകൾ അടങ്ങിയ മെനി ഇലക്ട്രോൺ സിസ്റ്റത്തെ സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ആയ അപ്രോക്സിമേഷൻ മെത്തേഡാണ് ഈ പറയുന്ന ഹാർട്രി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റൻറ്റ് ഫീൽഡ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൻ്റെ ഭംഗി അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ആ ട്രയൽ വേവ് ഫംഗ്ഷനെ നമുക്ക് പരമാവധി കമ്മ്യൂട്ടേഷൻ എബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇംപ്രൂവ് ചെയ്യാനും അത് പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് എനർജി ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കും. റെഡി? ബേസിക്കലി ഇതൊരു കമ്പ്യൂട്ടേഷണൽ ടെക്നിക്കാണ്. ഗോസിയൻ എന്ന് പറയുന്ന കമ്പ്യൂട്ടേഷണൽ സോഫ്റ്റ്വെയർ ആണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സ്ട്രീംലി സോറി. എഗെയിൻ അടുത്ത കാര്യം ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇലക്ട്രോൺ തമ്മിലുള്ള റിപ്പൽഷൻ ഉണ്ട്. ഏതൊരു സിസ്റ്റത്തിനകത്തും ധാരാളം ഇലക്ട്രോണുകൾ ഉണ്ടാവും അല്ലേ? ഒരുപാട് ഇലക്ട്രോണുകളുള്ള ഒരു മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഡിസ്റ്റർബൻസ്, ആ റിപ്പൾഷൻ ടേമിനെ ഓരോ ഇലക്ട്രോണുകൾക്കായിട്ട് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ടോട്ടൽ റിപ്പൾഷൻ എനർജിയെ ഈക്വലി നമ്മൾ ഓരോ ഇലക്ട്രോണുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായത് ഒരു സിസ്റ്റത്തിനകത്ത് n ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ അതിൻ്റെ ഓരോ ഇലക്ട്രോണുകളും n-1 റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. അതായത് നമ്മൾ ഇപ്പോൾ 10 ഇലക്ട്രോൺ ഉള്ള സിസ്റ്റം ആണെങ്കിൽ ആ 10 ഇലക്ട്രോൺ ഉള്ള സിസ്റ്റത്തിൻ്റെ ടോട്ടൽ റിപ്പൾഷൻ എനർജി കണ്ടിട്ട് ആ 10 ഇലക്ട്രോണുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായത് n ഇലക്ട്രോൺ ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ ആ n ഇലക്ട്രോൺ ഉള്ള സിസ്റ്റത്തിൽ
n-1 റിപ്പൾഷൻ എനർജി എന്താക്കുന്നുണ്ടാവും, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. റെഡി? ഇനി ഹാർട്രി ഫോക്ക് സിസ്റ്റം പ്രകാരം അതിൻ്റെ ഹാമിൽട്ടോണിയൻ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: H cap is equal to sigma 1 to n. കാരണം അറിയാമല്ലോ എത്ര വേണേലും ഇലക്ട്രോണുകളാവാം. -h² / 8π² m del I² - Ze² / Ri plus E² / R12 plus E² / R13 plus E² / R23 plus etc. അതായത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഡിസ്റ്റർബൻസ് ആണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. എത്ര വേണേലും എന്തുണ്ടാവാം, ഡിസ്റ്റർബൻസുകൾ ഉണ്ടാവാം. ഇത് കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ ആണ്. Ze² / Ri എന്ന് പറയുന്നത് ith ഇലക്ട്രോണിന് ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷനെ സൂചിപ്പിക്കുന്നു. E² / Rij ഫോമിലുള്ളത് ഇറ്റ് ഈസ് ദി റിപ്പൾഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോൺ അല്ലേ. ഇനി അതിനൊന്ന് ജനറൽ ഫോമാറ്റിലേക്ക് എഴുതുകയാണെങ്കിൽ ഹാമിൽട്ടോണിയൻ ഈക്വൽ ടു സിഗ്മ 1 to n -h² / 8π² m del I² - Ze² Ri plus sigma n I less than j E² / Rij എന്ന് എഴുതാം. ഇങ്ങനെ നീട്ടിപ്പരുത്തി എഴുതണ്ട. E² Rij എന്ന് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് എന്താവും സാധിക്കും. റെഡിയല്ലേ? ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ സംഗതി എല്ലാവർക്കും? ഞാൻ പറഞ്ഞു വന്നത് വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. മറ്റൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയി മക്കളോട് പറയാനുള്ളത്, വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ അധ്യാപകരും ക്ലാസ്സസ് നിങ്ങൾക്ക് ഇപ്പോൾ അലൗഡ് ചെയ്ത് തരുന്നത്. മോഡൽ എക്സാമുകൾ നടക്കുന്നു, അതിൻ്റെ ഇടയിൽ പരമാവധി സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഞാൻ മോർണിംഗിൽ, വളരെ ഏർലി മോർണിംഗിൽ എന്താ പറയുക, കുത്തിയിരുന്ന് ഈ വീഡിയോ എടുത്തിട്ട് വേണം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാൻ. അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഒരു പകുതിയെങ്കിലും നിങ്ങൾ എഫേർട്ട് എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്കൂ. ഒരു കോളേജിലും ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് പോർഷൻസ് എടുക്കില്ല. അങ്ങനെ എവിടെയെങ്കിലും എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് പറ, ഞാൻ ഇവിടെ നിന്ന് രാജിവെച്ച് പോകാൻ തയ്യാറാണ്. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും പോർഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. നന്നായി പഠിക്കൂ. എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഓൾ ഓഫ് യു.